തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോൺഗ്രസ് വിദേശ സഹായം കൈപ്പറ്റിയെന്ന ബിജെപിയുടെ ആരോപണം പൊളിഞ്ഞു. USAIDയിൽ നിന്നും കോൺഗ്രസിന് സഹായം ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചു. രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസംബിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് വിദേശ സഹായം കൈപ്പറ്റിയെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ബിജെപിയുടെ മറ്റൊരു പ്രചാരണം കൂടി പൊളിഞ്ഞു വീഴുകയാണ്. ഈ വിഷയത്തിൽ രേഖാമൂലം തന്നെയുള്ള മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്താണത് അതിന്റെ വിശദാംശങ്ങൾ? ഈ രാജ്യത്തെ വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കയിൽ നിന്നും വിദേശ സഹായം കൈപ്പറ്റി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടക്കം അട്ടിമറിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുവെന്നായിരുന്നു BJP ഉന്നയിച്ചിരുന്ന ആരോപണം. മാത്രമല്ല, ഇതിനായി കോൺഗ്രസ് $21 മില്യൺ അമേരിക്കൻ ഫണ്ടിംഗ് ഏജൻസി ആയിട്ടുള്ള USAIDയിൽ നിന്നും കൈപ്പറ്റിയെന്നും അന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതായത് ഈ ആരോപണം പാടെ പൊളിയുന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും ആഗോളതലത്തിലും അടക്കം USAIDയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായും അതോടൊപ്പം 2014 2024 ഇടയിൽ ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫണ്ട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് US എംബസിയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രാലയത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ രേഖാമൂലം ലഭിക്കുന്നത്. ഇതോടെയാണ് BJP ഉയർത്തിയിട്ടുള്ള വ്യാജ ആരോപണമാണെന്നും ഇത് തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഈ പ്രചരണങ്ങളിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമടക്കം മോശമായി ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം വിമർശിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അത്തരം ആരോപണം ഉയർത്തിയത് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിക്കാൻ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതിനെ കൂടുതൽ സാധൂകരിക്കുന്നതാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാവുന്നത്. സ്വാതി, ഇതിൽ ഏറ്റവും പ്രധാനം സ്വാതി പറഞ്ഞതുപോലെ തന്നെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു. അപ്പോൾ അത് അറിയാതെയായിരിക്കില്ല സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ തന്നെ ഇങ്ങനെയൊരു വാദം, ഇങ്ങനെയൊരു പ്രചാരണം നടത്തിയത് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് BJPയും കേന്ദ്രവും നടത്തിയ പ്രചാരണത്തിന്റെ മുനകൂടി ഒടിയുന്നു എന്നതുകൂടിയുണ്ട്. സ്വാതി, തീർച്ചയായും ഇത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു പ്രചാരണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ IT സെല്ലിലടക്കം ഈ അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തരത്തിലുള്ള പ്രചാരണം ഈ കോൺഗ്രസിനെതിരെ മറ്റ് പാർട്ടികൾക്കും അതോടൊപ്പം മാധ്യമങ്ങളും മലയാളികൾ ഉൾപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള പ്രചരണമൊക്കെയാണ് അന്ന് BJP അഴിച്ചുവിട്ടത്. എന്നാൽ ആ വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഇത് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ പൂർണ്ണമായും ഈ ബന്ധങ്ങൾ ഈ 2014 2024 ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പൊ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. കോൺഗ്രസിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ മാധ്യമപ്രവർത്തകരെ അടക്കം കുടുക്കുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.